ആദ്യം തന്നെ ഇങ്ങനെ ഒരു വിഷയം എടുത്തതില്ല. ഏറ്റവും എനിക്ക് തോന്നുന്നു സ്മാരക പ്രഭാഷണം നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് മോണ്യുമെൻ്റൽ. ആ മോണ്യുമെൻ്റൽ എന്നുള്ളതിന് പ്രത്യേക അർത്ഥമുണ്ടെന്ന് തോന്നുന്നു. കാരണം മോണ്യുമെൻ്റൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മെമ്മറിയെ സംബന്ധിച്ച് മാത്രമല്ല, വളരെ പെർട്ടിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ മോണ്യുമെൻ്റൽ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് സ്മാരക പ്രഭാഷണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഐ എം സംവൺ, എനിക്കൊരു പേപ്പർ ലോക്കൽ ഹീറോസിനെ കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെമ്മോറിയൽ ലെക്ചേഴ്സിന് പോകുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ളൊരു തിയറി, എന്തിനാണ് ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ഹീറോസ് ആയിട്ട് കാണുന്നവരെ അല്ലെങ്കിൽ അവിടെ ഐക്കൺസ് ആയിട്ട് പർട്ടിക്കുലർലി ലൊക്കാലിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഹീറോസിനെ അനുസ്മരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സംഘകാലഘട്ടം തൊട്ടുള്ള വീരക്കല്ലുകളുടെ അല്ലെങ്കിൽ നിയോളിത്തിക് സമയം തൊട്ടുള്ള സ്റ്റിലയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു സമൂഹത്തിൻ്റെ മൂല്യബോധം എന്താണോ ആ മൂല്യബോധത്തിനനുസരിച്ചിട്ടുള്ള ഹീറോസിനെ ആയിരിക്കും റിമംബേർഡ് ആകുന്നത്. ഇന്ന് ഇവിടെ മാധവൻ സാറിൻ്റെ സ്മാരക പ്രഭാഷണത്തിൽ നിൽക്കുമ്പോൾ എന്താണ് വയനാട്ടിലെ ഈ ഒരു സെറ്റ് ഓഫ് മനുഷ്യർ മൂല്യമായിട്ട് കരുതുന്നത്? അത് അക്ഷരങ്ങളുടെ മൂല്യമാണ്, സോഷ്യലിസത്തിൻ്റെ മൂല്യമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്മാരക പ്രഭാഷണം നിലനിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്ത പ്രിയ കമൽ സർ, ലൈബ്രറി കൗൺസിൽ മെമ്പേഴ്സ്, ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച പി സുരേഷ് ബാബു, അധ്യക്ഷയായിരിക്കുന്ന കെ ഷബിത, ഇനി സംസാരിക്കാൻ പോകുന്ന ഓരോരുത്തരും, അതുപോലെ ഒരുപാട് വളരെ ബിലോവ്ഡ് ആയിട്ടുള്ള ഫേസസ് ഈ ഓഡിയൻസിൽ തന്നെയുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവയത്രിയായിട്ടുള്ള ഐഷു ഹസ്ന ഉണ്ട്. I have Prasadan sir, who's been a great mentor for me, Kannur യൂണിവേഴ്സിറ്റിയിലെ അസീസ് സാർ ഇവിടെയുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്നേഹമുള്ളവരെ ഓഡിയൻസിൽ കാണാൻ പറ്റിയതിലും വലിയ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയി സംസാരിക്കുന്നത് ചരിത്രത്തിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് എനിക്കെതിരെയുള്ള ഏറ്റവും വലിയ പഴിയെന്ന് പറയുന്നത് ഞാൻ ചിരിച്ച് ചരിത്രത്തിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഐ ആം ദാറ്റ് പാഷനേറ്റ് അബൌട്ട് ഹിസ്റ്ററി. പക്ഷേ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അങ്ങനെ ചിരിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു കഴിഞ്ഞ 5 വർഷമായിട്ട് ചരിത്രത്തിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പബ്ലിക് സ്പീച്ചസ് കൊടുത്ത് തുടങ്ങിയ ഒരാളാണ്. അത് പബ്ലിക് സ്പീച്ചസ് കൊടുത്ത് തുടങ്ങിയതിനും ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും നമ്മുടെ ക്ലാസ് റൂമുകളിൽ ചരിത്രം ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പൊളിറ്റിക്സ് നടക്കുമ്പോൾ ചരിത്രം എന്താണെന്ന് സമൂഹത്തോട് വിളിച്ചു പറയുകയും അതിനൊരു റിഗർ ഉണ്ടെന്നും അതിന് കൃത്യമായിട്ടുള്ളൊരു രീതിശാസ്ത്രം ഉണ്ടെന്നും ആരും എന്തു പറഞ്ഞാലും അത് ചരിത്രമാകെ ഇല്ല എന്നും വിളിച്ചു പറയേണ്ട ഒരു അനിവാര്യത വന്ന സമയത്താണ് യൂട്യൂബ് ചാനലുകളിലൂടെയും അല്ലാതെയും എല്ലാം ഇതുപോലെയുള്ള പ്രസംഗങ്ങൾക്ക് പോയി തുടങ്ങിയത്. പക്ഷേ എനിക്ക് 5 വർഷം എൻ്റെ പ്രഭാഷണങ്ങളിൽ ഞാൻ ഇത്രയും അധികം ട്രോമയോടെ, ഇത്രയധികം ദേഷ്യത്തോടെ, ഇത്രയും അധികം അമർഷത്തോടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ച് ഇതിനു മുമ്പേ ഉണ്ടായിരിക്കത്തില്ല. കാരണം അത് വളരെ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ തന്നെയുള്ളൊരു സ്ലോഗനുണ്ട്, ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വോട്ട് ചെയ്യുന്നതാണെന്നും രാഷ്ട്രീയം എന്ന് പറയുന്നത് പൊതു ഇടങ്ങളിൽ മാത്രം ചർച്ച ചെയ്യേണ്ടതാണെന്നും പാർട്ടി ബേസിൽ മാത്രം മനസ്സിലാക്കപ്പെടേണ്ടതാണെന്നും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഫെമിനിസത്തിൻ്റെ 2ാം തരംഗം പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഡെമോക്രസി ഇല്ലെങ്കിൽ നിങ്ങൾ ഡെമോക്രാറ്റിക് ആയിട്ടൊരു മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഫ്രെയിം ചെയ്യുന്നത്. ഇതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ പല പോർഷൻസും വളരെ പേഴ്സണലായിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രൊവോക്കേറ്റീവായിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഞാൻ പ്രൊവോക്കേറ്റീവ് ആകാൻ വേണ്ടി തന്നെ വന്നതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകണം, അൺസെറ്റിൽഡ് ആയിട്ട് പോകണം, ചിരിച്ചോണ്ടല്ല, ചിന്തിക്കുക മാത്രമല്ല ദേഷ്യപ്പെട്ട് തന്നെ പോകണം എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രസംഗം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈബ്രറി കൗൺസിൽ എന്നോട് പിണങ്ങരുത്. ഇനി പിണങ്ങിയാലും ഞാൻ ഈ പ്രസംഗം ഇവിടെ പറയത്തുള്ളൂ. കാരണം ഇത് പറയേണ്ട വലിയ അത്യാവശ്യം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പക്ഷേ
നമ്മൾ ഈ അവൾക്കൊപ്പം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ, അല്ലെ അതിജീവിതകൾക്ക് ഉള്ള നീതി എന്നുള്ള വിഷയത്തിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം സ്റ്റെം ചെയ്യുന്നത് വിഷയ കേന്ദ്രീകൃതമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പ്രശ്നം കാരണമാണ്. ഏതെങ്കിലും ഇപ്പം നിർഭയയുടെ കേസ് വരുമ്പോൾ ആ കേസിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. സൗമ്യയുടെ കേസ് വരുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ ആക്ട്രസിൻ്റെ കേസ് വരുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ അനവധി പോക്സോ കേസുകൾ വരുമ്പോൾ ആ മനുഷ്യരുടെ മാത്രം, അല്ലെങ്കിൽ ആ വേട്ടക്കാരനും ആ ഇരയും എന്നുള്ള രീതിയിൽ മാത്രം നമ്മളതിനെ തുച്ഛീകരിച്ച് കാണുന്നതിൻ്റെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഒരു വലിയ നാരറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ സിസ്റ്റമായിട്ടുള്ള പേട്രിയാർക്കിയിൽ നിന്നാണ് ഇത് ഓരോന്നും സ്റ്റെം ചെയ്യുന്നതെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. പലപ്പോഴും എനിക്ക് വളരെ തമാശ തോന്നാറുണ്ട്, ക്യാപിറ്റലിസത്തിനെ കുറിച്ച് ഘോരഘോര സംസാരിക്കുന്നവർ, കാസ്റ്റിസത്തിനെ കുറിച്ച് ഘോരഘോര സംസാരിക്കുന്നവർക്ക് ഫെമിനിസം എന്താണെന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് എന്താണെന്ന് അറിയില്ല എന്ന് തിരിച്ച് പറയാറുണ്ട്. അത് നിങ്ങളെ മാത്രം, അല്ലെങ്കിൽ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ലേ എന്നുള്ള മട്ടിൽ തിരിച്ച് സംസാരിക്കാറുണ്ട്. അവരോട് തിരിച്ചു പറയാൻ ഞാൻ ഇതിനോടൊരു ഡിസ്ക്ലെയിമറായിട്ട്, അല്ലെങ്കിൽ അത് റീക്ലെയിമറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആദ്യം മുതൽ മുടി വരെ ഫെമിനിസ്റ്റ് ആയിട്ട് ഒരാളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ? ഞാനിവിടെ ഇരിക്കുന്ന പലവരും ഫെമിനിസ്റ്റ് ആണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ ഇക്വാലിറ്റിയിൽ, സമത്വം എന്നുള്ള ആശയത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ബൈ ഡീഫോൾട്ട് നിങ്ങളൊരു ഫെമിനിസ്റ്റാണ്. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി ഫെമിനിസം എന്താണ് എന്ന് പലപ്പോഴും ഈ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നവരിൽ പോലും നമ്മൾ ഒരു അവയർനെസ് കുറവ് കാണാറുണ്ട്. പക്ഷേ ബെൽ ഹുക്സ് പറയുന്നത് പോലെ, ഗേർഡ ലേണർ പറയുന്നത് പോലെ, ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത് പോലെ നിങ്ങൾ ക്യാപിറ്റലിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പേട്രിയാർക്കി ഈ ലോകത്തിൽ നിന്ന് മാറാതെ ക്യാപിറ്റലിസം മാറാൻ പോകുന്നില്ല. കാരണം വേതനങ്ങൾ ഏറ്റവും കുറവാക്കി നിർത്തുന്നത് എങ്ങനെയാണ്? സോഷ്യൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. ഒരു ഫാക്ടറി വർക്കറിന് ജോലിക്ക് പോകണമെങ്കിൽ വീട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി വേതനമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാളും തുച്ഛ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഫാക്ടറിയിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ ശമ്പളം നിരന്തരമായിട്ട് കുറച്ച് വെക്കാൻ ഈ ക്യാപിറ്റലിസ്റ്റ് മുതലാളിക്ക് പറ്റുകയും ചെയ്യുള്ളൂ. എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് നാൻസി ഫ്രേസർ വളരെ രസകരമായിട്ട് അതിന് ആൻസർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ഫാക്ടറിയിൽ പോകുന്ന ഒരാൾക്ക് 1000 രൂപയാണ് ശമ്പളം. അയാൾക്ക് എല്ലാ ദിവസവും വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ, എല്ലാ ദിവസവും അയാളുടെ ഡ്രസ്സ് വെളിയിൽ കൊടുത്ത്, ഒരു ധോബിക്ക് കൊടുത്ത് അലക്കണമെങ്കിൽ, അയാൾക്ക് എല്ലാ ദിവസവും അയാളുടെ വീട് വൃത്തിയാക്കണമെങ്കിൽ, വെളിയിൽ നിന്ന് വേതനം കൊടുത്ത് ഒരാളെ എംപ്ലോയി ചെയ്യണമെങ്കിൽ അയാൾക്ക് 1000 രൂപയോ 2000 രൂപയോ തികയുമോ? ഉറപ്പായിട്ടും തികയില്ല. അപ്പോൾ തികയാതെ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ സമരത്തിനിറങ്ങും, അയാൾ വേതനം കൂട്ടി ചോദിക്കും. അങ്ങനെ കൂട്ടി ചോദിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം എന്താണ്? കുറേ വീട്ടമ്മമാരെ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ തന്നെ വീട്ടിലെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സൃഷ്ടിക്കുക. അങ്ങനെ നിരന്തരമായിട്ട് സ്ത്രീകൾ ചെയ്യുന്ന ഈ അദൃശ്യമായിട്ടുള്ള ലേബറിൻ്റെ പുറത്താണ് ക്യാപിറ്റലിസമായിട്ട് നിലനിൽക്കുന്നത്. നിരന്തരമായിട്ട് ക്യാപിറ്റലിസ്റ്റ് മുതലാളികൾക്ക് വേതനം കുറച്ച് വെക്കാനുള്ള തന്ത്രം എന്ന് പറയുന്നത് ഇൻവിസിബിലൈസ്ഡ് ലേബർ ഓഫ് വിമൺ ആണ്. സ്ത്രീകളുടെ അദൃശ്യവൽക്കരിക്കപ്പെട്ട ലേബറിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ ഈ പേട്രിയാർക്കിയിലെ ജെൻഡർ റോൾ, ഈ ജോലികളെല്ലാം സ്ത്രീകളാണ് ചെയ്യേണ്ടത്, ഈ ജോലികളെല്ലാം പുരുഷന്മാരാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ജെൻഡർ റോൾ അപനിർമ്മിച്ചാൽ മാത്രമേ ക്യാപിറ്റലിസത്തിന് കൃത്യമായിട്ട് ഉള്ളൊരു ചാലഞ്ച് ഉണ്ടാകുള്ളൂ. ഇതേപോലെ തന്നെ കാസ്റ്റിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ, ഡോക്ടർ B.R. അംബേദ്കർ അനഹിലേഷൻ ഓഫ് കാസ്റ്റ് 1936 അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ കാസ്റ്റിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. പലപ്പോഴും പറയുന്നത് അങ്ങനെയാണല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ലേ, നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുക, എന്തോ വലിയ ഔദാര്യം ചെയ്യുകയാണ് ഞങ്ങൾ ദളിത് മനുഷ്യരോട്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഔദാര്യം ഞങ്ങൾ ചെയ്യാറില്ലേ എന്ന് പറയുന്ന ഒരുപാട് കാസ്റ്റ്ലെസ് മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയെല്ലാം ചെയ്താലും ഇനി ഒരുമിച്ചിരുന്ന് പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനം, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാസ്റ്റ് എന്താണെന്ന്. ഈ ഒരുമിച്ചിരുന്ന് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കാസ്റ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾ 10, 18, 20, 25 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നല്ലേ കാസ്റ്റ് എന്തായിരുന്നെന്ന്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും, ഇന്നയാൾ ഇന്ന കാസ്റ്റിലുള്ളതാണ്, ഇന്ന കാസ്റ്റിലുള്ള സ്ത്രീയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കാസ്റ്റിലുള്ള പുരുഷനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ട് അംബേദ്കർ 1936 തന്നെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും, നിങ്ങൾ മിശ്രഭോജനം
ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിലും, നിങ്ങൾ പൊളിറ്റിക്കൽ റിഫോംസ് കൊണ്ടുവരിക, ഇതെല്ലാം കൊണ്ടുവന്നാലും എൻഡോഗാമി എന്ന് പറയുന്ന കസ്റ്റം, അതായത് സ്വജാതിയിൽ വിവാഹം കഴിക്കുന്ന ആ സമ്പ്രദായം മാറ്റാതെ നിങ്ങൾക്ക് ഒരിക്കലും കാസ്റ്റിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റില്ല. എൻഡോഗാമിയെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ കൃത്യമായിട്ട് മനസ്സിലാകും, എൻഡോഗാമി പേട്രിയാർക്കലായിട്ടൊരു സിസ്റ്റമാണ്. പുരുഷ മേധാവിത്വത്തിന് നിരന്തരമായിട്ട് ഊട്ടി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഇന്ത്യയിൽ ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി കണ്ടെത്തിയ സിസ്റ്റമാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അതുകൊണ്ട് കാസ്റ്റിനെതിരെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിലും, ക്യാപിറ്റലിസത്തിനെതിരെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിലും, നിങ്ങൾക്ക് ഫെമിനിസം എന്താണെന്ന് മനസ്സിലാക്കുകയും വളരെ കൃത്യമായിട്ട് പേട്രിയാർക്കിയെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും ഡിസ്മാൻഡിൽ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള ഇതിനേക്കാളും വലിയ വിപത്തുകൾ എന്ന് വിചാരിക്കപ്പെടുന്ന, അണ്ടർലൈൻ വിചാരിക്കപ്പെടുന്ന ബാക്കിയുള്ള വ്യവസ്ഥകളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഇരിക്കുന്ന സോഷ്യലിസ്റ്റ് ബിലീഫുള്ള, ഡെമോക്രാറ്റിക് ബിലീഫുള്ള, പ്രോഗ്രസീവ് മൂല്യങ്ങളുള്ള ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇന്ന് വരെ ഒരു ഫെമിനിസ്റ്റ് ബുക്കെങ്കിലും, ലൈബ്രറി കൗൺസിലിൻ്റെ ഇതാണല്ലോ, ഒരു ഫെമിനിസ്റ്റ് ബുക്കെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അയ്യോ കഷ്ടം, നിങ്ങൾ ഇന്നെങ്കിലും ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഒരു ഫെമിനിസ്റ്റിൻ്റെ ബുക്കെങ്കിലും ഈ വർഷം വായിക്കുമെന്ന്. ഇതൊരു ചാലഞ്ചായിട്ട് തന്നെ എടുക്കുക. എനിക്ക് വേറൊരു സ്ഥലത്ത് പോയി പറയുന്നതിനേക്കാളും ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു മീറ്റിങ്ങിൽ പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ബെൽ ഹുക്സിൻ്റെയോ വി ഗീതയുടെയോ ഉമാ ചക്രവർത്തിയുടെയോ ഒരു ജയദേവികയുടെയോ അല്ലെങ്കിൽ നിരവധി കുങ്കും റോയുടെയോ പി ഗീതയുടെയോ ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റിൻ്റെ വർക്കെങ്കിലും ഞാൻ വായിക്കുമെന്നുള്ള ഒരു തീരുമാനത്തോടെ തിരിച്ചു പോവുക. But before we engage in why does violence against women happen? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പേട്രിയാർക്കി ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ദൈവനിർമ്മിതമായിട്ടോ അല്ലെങ്കിൽ വളരെ ഇൻഹെറൻ്റ് ആയിട്ടോ എല്ലാ മനുഷ്യരിലും ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ബയോളജിക്കൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ടോ വന്ന കാര്യമല്ല പേട്രിയാർക്കി. പലപ്പോഴും വളരെ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യർ വരെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ബയോളജിക്കൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പേട്രിയാർക്കി എന്നുള്ളത്. എന്നാൽ നമ്മൾ പല പഠനങ്ങളും, അത് മനുഷ്യകേന്ദ്രീകൃതമായിട്ടുള്ള പഠനങ്ങളും പ്രൈമേറ്റ് സ്റ്റഡീസും എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് സെക്ഷുവൽ ഡൈമോർഫിസം എന്നുള്ള അതായത് ഒരു സ്പീഷീസിനകത്ത് തന്നെ രണ്ട് ലിംഗങ്ങളിലുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ ലിംഗങ്ങളിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന ജെൻഡർ റോൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്നുള്ള തീരുമാനം എടുക്കപ്പെടുന്നത് സോഷ്യലിയാണ്. വിൽ ഗെറ്റ് ടു ദാറ്റ് ഇൻ എ മിനിറ്റ്. ആദ്യത്തെ സ്ലൈഡിലേക്ക് പോകുമോ? ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്തത്, നമ്മൾ എവല്യൂഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ, ഇപ്പം ഞാൻ പരിണാമം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു പടമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പം ചില പടങ്ങളിൽ അവസാനം ഒരു കമ്പ്യൂട്ടറിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേ കൂടെ ഇതുപോലെ സ്കെലിറ്റൽ ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കാം കണ്ടിട്ടുള്ളത്. ഇതല്ലാത്ത രീതിയിൽ പരിണാമം വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ ആനിമേഷനിലായിട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടോ? മറ്റൊരു രീതിയിൽ എവല്യൂഷൻ വിഷ്വലൈസ്ഡ് ആകുന്നത്. ഇനി ഈ എവല്യൂഷനിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ ടെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാമോ? ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ പോലും ഒരു ഗൂഗിളിൻ്റെ ഒരു 12ാമത്തെ പേജ് വരെ നോക്കിയാൽ ഇതുപോലത്തുള്ള ഇമേജസ് കിട്ടും. ഇതിൽ കോൺസ്റ്റൻ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് പുരുഷ എവല്യൂഷനാണ്. നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ സ്ത്രീകൾ ഇവോൾവ് ചെയ്തിട്ടില്ലേ? ഇപ്പോഴും ഞങ്ങളെല്ലാം ബോണബോസും ഒറാങ്കുട്ടാൻസും ഹോമിനിഡ്സും ആയിട്ടൊക്കെ തന്നെ ഇരിക്കുവാണോ? അതായത് ഒരു എവല്യൂഷനെ കുറിച്ചുള്ളൊരു ടെക്സ്റ്റിൽ 50 പടം ഉണ്ടെങ്കിൽ അതിൽ ഒരു പടം പോലും ഫീമെയിൽ എവല്യൂഷനെ കുറിച്ച് ഇല്ലാത്ത രീതിയിലുള്ള, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ഓവർ സയൻസ് എഡ്യൂക്കേഷനിൽ ഇങ്ങനെയാണ് എവല്യൂഷൻ റെപ്രസെൻറ്റഡ് ആകുന്നത്. നൗ കുറേ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇനിയും സെക്കൻഡ് സ്ലൈഡ് പോയാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഒരു 10 പേജുകളൊക്കെ പോയി കഴിഞ്ഞാൽ, നെക്സ്റ്റ് സ്ലൈഡ്, നിങ്ങൾക്ക് ഇതുപോലത്തെ ചിലപ്പോൾ ഒരു ഇമേജ് കിട്ടും. അതും ഇതിനു വേണ്ടി സ്പെസിഫിക്കലി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഇമേജ് കിട്ടുന്നത്. വേർ ഇറ്റ് ഷോസ് ഫീമെയിൽ എവല്യൂഷൻ, സ്ത്രീകൾ ഇവോൾവ് ചെയ്യുന്നു. ഈ ഒരു പടം കാരണം സ്കാൻഡലൈസ്ഡ് ആകുന്ന കുറേ പേരെങ്കിലും ഉണ്ടായിരിക്കും.
അല്ലെങ്കിൽ അങ്ങനെ സ്കാൻഡലൈസ്ഡ് ആകുന്നവരോട് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ സ്കാൻഡലൈസ്ഡ് ആകുന്നത് മേ ബി ഒരു സ്ത്രീ, നഗ്ന സ്ത്രീ ശരീരം, ഘോര പാപ് കണ്ടുപോയല്ലോ എന്നുള്ള അതെന്തുകൊണ്ടാണ് റെപ്രസെൻറ്റഡ് ആകാത്തത്? പുരുഷനെ നിങ്ങൾ ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീയെ എന്തുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തുകൂടാ? ഇത് പല ബോർഡ്സിലും സംസാരിച്ചപ്പോൾ അയ്യോ കൊച്ചുകുട്ടികളെ ഇത് എക്സ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തിരിച്ച് ചോദിച്ച ടീച്ചേഴ്സ് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ള, കൊച്ചുകുട്ടികൾ അമ്മമാരുടെ ശരീരങ്ങൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്, അവർക്ക് യാതൊരു കുഴപ്പമില്ലായിരിക്കും. കുഴപ്പം നിങ്ങളുടെ മൂല്യബോധത്തിനാണ്. രണ്ട്, ഇങ്ങനെ ഒരു പടം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വയ്ക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് സൈക്കോളജിക്കലി സിഗ്നൽ ചെയ്യുകയാണ് ഏത് ശരീരങ്ങളാണ് ദൃശ്യതയ്ക്ക് പറ്റിയതെന്നും ഏത് ശരീരങ്ങളെയാണ് അദൃശ്യപ്പെടുത്തേണ്ടതെന്നും. യു ആർ വെരി ക്ലിയർലി ഷോയിങ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ മൂടി വെക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടിരിക്കേണ്ട, ഇൻവിസിബിൾ ആയിട്ടിരിക്കേണ്ട ശരീരങ്ങൾ സ്ത്രീ ശരീരങ്ങളാണ് എന്നുള്ളത്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഇതാണ്, പുരുഷ എവല്യൂഷൻ പോലെ തന്നെയായിരുന്നു സ്ത്രീ എവല്യൂഷൻ? ഡീഫോൾട്ടായിട്ട് നിങ്ങൾ പുരുഷനെ എടുക്കുകയാണെങ്കിൽ രണ്ടും ഒരുപോലെ ആയിരിക്കണം. പക്ഷെ ഒരുപോലെ അല്ല ഇവോൾവ് ചെയ്തിട്ടുള്ളത്. മാമറി ഗ്ലാൻസിൻ്റെ ആണെങ്കിലും പെൽവിക് ഗേർഡിലിൻ്റെ ആണെങ്കിലും ഒപ്റ്റിക്കൽ സ്ട്രക്ചറിൻ്റെ ആണെങ്കിലും എല്ലാം വളരെ ഏകദേശം 10% ഡിഫറൻസ് എങ്കിലും സ്ത്രീ ശരീരത്തിൻ്റെ എവല്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു കുറച്ച് പേർക്കെങ്കിലും തോന്നുന്ന ഒരു ഡിസ്കംഫേർട്ട് ഇല്ലേ ഇതിൽ? ഈ ഒരു ഡിസ്കംഫേർട്ട് വെച്ചാണ് പലപ്പോഴും പുരുഷാധിപത്യ മൂല്യബോധം വർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ സ്ത്രീ ശരീരം എന്ന് പറയുന്ന കാര്യത്തിനെ നോർമലൈസ് ചെയ്യേണ്ട വലിയ ആവശ്യം നമുക്കുണ്ട്. ഇതിനെ നിരന്തരമായിട്ട് ഉപഭോഗ വസ്തുവായിട്ട് അല്ലെങ്കിൽ സെക്ഷലൈസ് ചെയ്ത് മാത്രം സ്ത്രീ ശരീരങ്ങളെ കാണുന്നതിൻ്റെ ഒരു വലിയ വിഷ്വൽ കൾച്ചർ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് പേട്രിയാർക്കൽ മൂല്യങ്ങൾ നമ്മുടെ വിഷ്വാലിറ്റിയുടെ ഭാഗമായി ഒരുപാട് വർഷമായിട്ട് നിലനിൽക്കുന്ന ഒന്ന്. രണ്ട്, നമ്മുടെ സയൻസ് എഡ്യൂക്കേഷനിൽ ഡെമോക്രറ്റൈസേഷൻ, പർട്ടിക്കുലർലി ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡെമോക്രറ്റൈസേഷൻ നടക്കാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഇത് പോട്ടെ, എവല്യൂഷൻ്റെ കാര്യം നിങ്ങൾക്ക് ഇനി അത് ഭയങ്കര സ്കാൻഡലസ് ആണ് എന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം. ഞാൻ വേണ്ടാന്ന് വെക്കണം എന്നല്ല പറയുന്നത്. ബട്ട് ഇഫ് ദർ ആർ മോർ കൺസർവേറ്റീവ് പീപ്പിൾ അങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കും. ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും, എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും. റെസ്പിറേറ്ററി സിസ്റ്റം, എന്താണ് പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇത് പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കേരളത്തിലെ എല്ലാവർക്കും ഒരു മിനിമം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഇവിടെ ആണെങ്കിൽ ഇത് ധൈര്യമായിട്ട് പറയാമായിരിക്കും. ഇത് പഠിച്ചിട്ടുള്ളൊരു ക്രൗഡ് തന്നെയായിരിക്കും. ഈ പടങ്ങളൊക്കെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത്? ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ടെങ്കിലും ഒരു സ്ത്രീയെ കാണിച്ചൂടെ? നെക്സ്റ്റ് സ്ലൈഡ്. ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, ഒരു ഫീമെയിലിനുള്ള ഡിഫറൻസസ് മാർക്ക് ചെയ്തോ മാർക്ക് ചെയ്യാതെയോ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഒരു ഔട്ട്ലൈൻ ആയിട്ടെങ്കിലും നിങ്ങൾക്ക് സ്ത്രീയെ സയൻസ് എഡ്യൂക്കേഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജനറൽ എഡ്യൂക്കേഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി വി ഹാവ് നോട്ട് റീച്ച് ദെയർ. നമ്മൾ എന്തോ ജെൻഡർ പാരഡോക്സ് ഉള്ളൊരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് 1084 സ്ത്രീകളാണ്, 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളുണ്ട് കേരളത്തിൽ. അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇതുവരെ ഒരു പിക്ചർ ഇല്ലല്ലോ എന്ന് പറയേണ്ടി വന്ന ഒരു കഷ്ടകാലം കൂടെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഹെൽത്ത് സിംറ്റംസിൻ്റെ കാര്യത്തിൽ നമ്മുടെ പല പഠനങ്ങളിലും ഇന്നും, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലാണെങ്കിലും ശരി, ഈ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ബുക്കുകളിലാണെങ്കിലും ശരി, ഏതൊരു രോഗത്തിൻ്റെയും സിംറ്റംസ് പലപ്പോഴും റെപ്രസെൻറ്റഡ് ആകുന്നത്, ഇതിപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണ് ഞാനിവിടെ ഒരു കേസ് സ്റ്റഡി പോലെ കാണിച്ചിരിക്കുന്നത്, പക്ഷേ റെപ്രസെൻറ്റഡ് ആകുന്നത് പലപ്പോഴും ആണുങ്ങളുടെയാണ്. കാരണം സിനിമയിലാണെങ്കിലും നമ്മളോട് പറഞ്ഞു തരുന്നതാണെങ്കിലും എങ്ങനെയാണ്, ഹാർട്ട് അറ്റാക്ക് വന്നാൽ ലെഫ്റ്റ് കൈക്ക് തരിപ്പ് വരും, പിന്നെ പതുക്കെ ഇങ്ങനെ അത് സ്പ്രെഡാകും, ഇങ്ങനെയല്ല പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നാൽ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയല്ല. പെണ്ണുങ്ങൾക്ക് ഷോൾഡർ ബ്ലേഡിൻ്റെ ഇടയ്ക്കാണ് വേദന വരുന്നത്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവനാണ്. 2020 ഇതിനെക്കുറിച്ച് വലിയ എസ്സേസ് നേച്ചർ പോലത്തെ ഉള്ള സയൻസ് മാഗസീൻസിൽ വരികയാണ്. പക്ഷേ ഇതുവരെ കേരളത്തിൻ്റെ പോട്ടെ, ഇന്ത്യയുടെ പോട്ടെ, വേൾഡിലെ മെഡിക്കൽ കരിക്കുലത്തിൽ പല സ്ഥലങ്ങളിലും വരുന്നില്ല സിംറ്റംസ്. കോവിഡിൻ്റെ കാര്യത്തിൽ പുരുഷന്മാർക്കുണ്ടായതുപോലെയുള്ള സിംറ്റംസ് അല്ല സ്ത്രീകൾക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്?
ഞാൻ ഈ ഓരോ പടവും എവല്യൂഷൻ്റെ കാര്യമാണെങ്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ കാര്യമാണെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യമാണെങ്കിലും ഹെൽത്ത് സിംറ്റംസിൻ്റെ കാര്യമാണ്, ഇതെല്ലാം ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്ത്രീ ശരീരത്തോടുള്ളൊരു അവേർഷൻ, അല്ലെങ്കിൽ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് പഠനവിധേയമാക്കേണ്ടതല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്കോഴ്സിലേക്ക്, പൊതു ചർച്ചകളിലേക്ക് സ്ത്രീ ശരീരത്തിനെ കുറിച്ചുള്ള സംസാരങ്ങൾ വരരുത് എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു ബ്രാഹ്മണ്യ പേട്രിയാർക്കി നിലനിൽക്കുന്ന, അത് നമ്മുടെ വൊക്കാബുലറിയുടെ ഭാഗമായ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്തുകൊണ്ടാണ് സെക്ഷൽ ജെൻഡേർഡ് വയലൻസ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. എനിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നടിയുടെ എതിരെ നടന്ന സെക്ഷൽ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ള ടൈം ലൈൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷെ അതിനേക്കാളും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കിയുടെ എഡിഫൈസ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സ്ത്രീ ശരീരത്തിൻ്റെ പുറത്താണ്. സ്ത്രീകൾക്ക് ആക്സസ് നിഷേധിക്കുന്ന വഴിയും ഇതുവരെയേ പോകാളൂ. പല പല ലക്ഷ്മണരേഖകൾ നിരന്തരമായി വരച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി നിലനിൽക്കുന്നത് തന്നെ. ഇന്നും ഓണർ കില്ലിങ്സ് നടക്കുന്നത്. ഇതിന് കേരള എക്സെപ്ഷണലിസം ഒന്നുമില്ല. ഇവിടെ തേൻകുരിശി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നടന്ന ഓണർ കില്ലിങ്ങും കെവിൻ്റെ ഉൾപ്പെടെയായിട്ടുള്ള ഓണർ കില്ലിങ്ങും നടന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട്. ഇത് മറക്കാൻ ദളിത് മനുഷ്യർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം കൊല്ലപ്പെടുന്നത് നിരന്തരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർജിനലൈസ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള പുരുഷന്മാരെയാണ് കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് കൊല്ലപ്പെടുന്നത്? ഇത് ജാത്യാഭിമാനം മാത്രമല്ല, ജാത്യാഭിമാനം അതിൽ വളരെ വലിയൊരു ഫാക്ടറാണ്. പക്ഷെ ആ ജാത്യാഭിമാനം എങ്ങനെയാണ് നിലനിർത്തുന്നത്? സ്ത്രീ ശരീരത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ സ്ത്രീ ശരീരത്തിൻ്റെ പുറത്തുള്ള അൺഫ്രീഡം വഴിയാണ്, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യമില്ലായ്മ നിലനിർത്തിക്കൊണ്ട് ആണ് ജാതി എന്ന് പറയുന്നുള്ള ഒരു കാര്യം പെർപെട്രേറ്റഡ് ആയി മുമ്പോട്ട് പോകുന്നത്. സോ ഈ വയലൻസ് എന്നുള്ളത് കേരളത്തിൻ്റെ ഹിസ്റ്ററിയിലാണെങ്കിലും ഇന്ത്യൻസിൻ്റെ ഹിസ്റ്ററിയിലാണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാനിപ്പം റേപ്പിൻ്റെ ഹിസ്റ്ററി തേടി പോവുകയാണെങ്കിൽ ആദ്യത്തെ ഒരു റെഫറൻസ് നമുക്ക് പലപ്പോൾ പല ഏൻഷ്യൻ സിവിലൈസേഷൻസ് നോക്കിയാൽ, ഇപ്പം ഗ്രീസിൻ്റെയോ മെസപ്പൊട്ടേമിയയുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കിയാൽ വളരെ പുരാതനമായിട്ടുള്ള റെഫറൻസ് നമുക്ക് റേപ്പിന് കിട്ടും. 1500 BC, അതായത് 3000 വർഷം പഴക്കമുള്ള, അല്ലെങ്കിൽ 2000 വർഷം മുമ്പ് നടന്നിട്ടുള്ള സെക്ഷൽ വയലൻസിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് കിട്ടും. ഇന്ത്യൻ ചരിത്രത്തിൽ ഇത് കിട്ടുന്നില്ല. ഇതിൻ്റെ അർത്ഥം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു സെക്ഷൽ വയലൻസ് നടന്നിട്ടില്ല എന്നാണോ? അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും നമുക്ക് മടിയാണെന്നാണോ? ആസ് എ ഹിസ്റ്റോറിയൻ എനിക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന, അല്ലെങ്കിൽ പുരുഷേതരമായിട്ട് ഉള്ള ജെൻഡേഴ്സിനെതിരെ നടക്കുന്ന വയലൻസ്, അതിൻ്റെ ഒരു അബ്സല്യൂട്ട് സൈലൻസിങ് നമ്മൾ ചരിത്രത്തിൽ കാണാറുണ്ട്. ഇത് ബിഫോർ വി മൂവ് ഓൺ ഫ്രം ദിസ് സ്ലൈഡ്, ഗേർഡ ലേണർ എന്ന് പറഞ്ഞ, എനിക്ക് തോന്നുന്നു വേൾഡിൽ എവിടെ ജെൻഡർ ഹിസ്റ്ററി പറഞ്ഞാലും അവരുടെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. അവരൊരു എക്സലൻറ്റ് വർക്കുണ്ട്, ക്രിയേഷൻ ഓഫ് പേട്രിയാർക്കി എന്നാണ് ആ വർക്കിൻ്റെ പേര്. അതിനകത്ത് അവർ സംശയമില്ലാത്ത രീതിയിൽ തെളിയിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് കൃഷിയിലേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ട്രാൻസിഷൻ്റെ സമയത്താണ് മനുഷ്യൻ പേട്രിയാർക്കലാകുന്നതെന്ന്. ഇപ്പോൾ നിങ്ങൾ ഹണ്ടർ ഗ്യാദറർ സൊസൈറ്റീസിനെ, ഇപ്പോൾ പെർക്കിത്തീനികളൊക്കെ നമ്മൾ പറയും, ഹണ്ടർ ഗ്യാദറിങ് വേട്ട ചെയ്തുകൊണ്ടിരിക്കുന്നതും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഏകദേശം 25,000 വർഷങ്ങളുടെ, ഓൾമോസ്റ്റ് 30,000 വർഷങ്ങളുടെ ഒരു ചരിത്ര മനുഷ്യനുണ്ട്. ആ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ പുരുഷനും സ്ത്രീയും രണ്ടുപേരും വേട്ടയ്ക്ക് പോകുന്നതായിട്ടും രണ്ടുപേരും ശേഖരിക്കാൻ പോകുന്നതായിട്ടും ഉള്ള എവിഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല എവിഡൻസ് നമുക്ക് കിട്ടുന്നത്, ഈ ഒരു സമയത്ത് പേട്രിയാർക്കി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇതെങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് പേട്രിയാർക്കി കാണാൻ സാധ്യമല്ലെന്ന്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബോൺ മാസ് ഏകദേശം ഒരുപോലെയാണ്, ബോൺ ഡെൻസിറ്റി ഒരുപോലെയാണ്, മസ്കുലേച്ചർ ഒരുപോലെയാണ്. പൊക്കത്തിൽ വലിയ വ്യത്യാസം സ്ത്രീയും പുരുഷനും തമ്മിൽ കാണുന്നില്ല ആ ഒരു സമയത്ത് സ്കെലിറ്റൽ എവിഡൻസിൽ നിന്ന്. പിന്നീട് നിയോളത്തിക് കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയിലേക്ക് ഹ്യൂമൻ ബീയിങ്സ് പോയ സമയത്താണ് കൂടുതൽ മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യം വരികയാണ്. കാരണം ആ ഒരു സമയത്ത് കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കൃഷിയോട് കൂടെ വേറെ പല 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 ജോലികൾ ചെയ്യേണ്ടി വരും. ഇപ്പം കൃഷി ചെയ്ത് ആ ധാന്യം ശേഖരിച്ച് വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് പോട്ട്സ് ഉണ്ടാക്കേണ്ടി വരും.
അപ്പം ഒരു കുമ്ഹാര കമ്മ്യൂണിറ്റി അവിടെ വേണം. ഇനി കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒരേ സ്ഥലത്ത് തന്നെ ജീവിക്കേണ്ടി വരും, കാരണം നിരന്തരമായിട്ട് നിങ്ങൾക്ക് പാടത്ത് പോകണം. അപ്പം എന്ത് വേണം? വീട് നിർമ്മിക്കാനുള്ള ആൾക്കാരെ വേണം. ഈ കൃഷി സംരക്ഷിച്ച് നിർത്താൻ സോൾജിയേഴ്സിന് ആവശ്യമാണ്. ഇതേപോലെ തന്നെ കളപ്പുരകൾ ഉണ്ടാക്കണ്ടേ, ആ കളപ്പുരകൾ സൂപ്പർവൈസ് ചെയ്യേണ്ട ആൾക്കാരെ ആവശ്യമാണ്. അപ്പം കൃഷിയോട് കൂടെ ക്രാഫ്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മറ്റു പല 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 ജോലികൾ ആവശ്യമായി വരികയാണ്. അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു സൊസൈറ്റിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എല്ലാ ജോലികളിലേക്കും മനുഷ്യരെ ആവശ്യമാണ്. അപ്പം മനുഷ്യരെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യണം. കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഈ എല്ലാ ജോലികളും നിലനിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ മൂമെൻറ്റിൽ ആ റീപ്രൊഡക്ഷൻ ചെയ്യുന്നത് സ്ത്രീ ആയതുകൊണ്ട് തന്നെ വളരെ ചെറുപ്രായത്തിൽ തന്നെ സ്ത്രീകൾ റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരികയും ഈ ഒരു ട്രാൻസിഷൻ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് നിരന്തരമായിട്ടുള്ള പ്രഗ്നൻസി അല്ലെങ്കിൽ ലേബർ സൈക്കിൾസിലേക്ക് സ്ത്രീ മാറ്റപ്പെടുകയാണ്. അപ്പം 2, 3, 4 ഒക്കെ പ്രസവിക്കേണ്ടി വരികയാണ്. കാരണം ആലോചിക്കണം, മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവുള്ള, കൂടുതൽ മനുഷ്യർ മരിച്ചു പോവുകയാണ്. ഇന്ന് പോലുള്ള ഹെൽത്ത് കെയറോ മെഡിക്കൽ കെയറോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും സ്ത്രീകൾക്ക് പ്രസവിക്കണം. കാരണം ഈ സൊസൈറ്റിയെ നിലനിർത്തണം, അല്ലെങ്കിൽ ഈ പോപ്പുലേഷനെ നിലനിർത്തേണ്ട വലിയ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ വീണ്ടും പ്രസവിക്കേണ്ടി വരികയാണ്. ഈ പ്രസവിക്കുന്ന ഈ ഒരു പ്രക്രിയയിലൂടെ നിരന്തരമായിട്ടുള്ള പ്രഗ്നൻസി ലേബർ സൈക്കിൾസിലൂടെ സ്ത്രീകൾ പോകുമ്പോൾ അവരുടെ ശരീരം മാറുകയാണ്. അതിനനുസരിച്ച് അവരുടെ ബോൺ ഡെൻസിറ്റി മാറുകയാണ്. അതിനനുസരിച്ച് സ്ത്രീകളുടെ തന്നെ ഇൻ ജനറൽ അവരുടെ മോർഫോളജി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നപ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആനുപാതികമായിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ബയോളജി വിച്ച് മെയ്ഡ് വിമൻ വീക്കർ. നമ്മൾ വീക്കർ സെക്സ് എന്ന് പലപ്പോഴും സ്ത്രീയെ സംബോധന ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. പക്ഷെ നമ്മൾ ഓർക്കുക, പരിണാമമോ ബയോളജിയോ ഒന്നും അല്ല സ്ത്രീ ശരീരങ്ങളെ വീക്കാക്കിയത്. ചരിത്രമാണ്, അല്ലെങ്കിൽ ചരിത്രത്തിൽ മനുഷ്യരെടുത്തൊരു തീരുമാനമാണ് സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കണം, എന്നാലേ കാർഷിക വൃത്തി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമാണ് പലപ്പോഴും സ്ത്രീകളുടെ ശരീരങ്ങളെ സോകോൾഡ് വീക്കർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഗാഡാലാൻഡ് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിൽ 7000 BCE എന്നുള്ളൊരു കാലഘട്ടം പറയാൻ പറ്റും. ആ സമയം തൊട്ടാണ് പുരുഷാധിപത്യം തുടങ്ങിയത്. അതായത് കാർഷിക വൃത്തിയിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ ആ ഒരു സമയം, അത് ചില സ്ഥലങ്ങളിൽ 7000 ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ 6000. കൃഷിയിലേക്ക് ഏത് സൊസൈറ്റി ട്രാൻസിഷൻ ചെയ്യുന്നോ ഈ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അവർ വളരെ മനോഹരമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. മനുഷ്യനാൽ നിർമ്മിതമായ ചരിത്രത്തിൽ ഒരു പർട്ടിക്കുലർ മുഹൂർത്തത്തിൽ ഉണ്ടായ ഒരു കാര്യമാണ് പുരുഷാധിപത്യം. അതുകൊണ്ട് തന്നെ മനുഷ്യർ വിചാരിച്ചാൽ ചരിത്രത്തിലെ മറ്റൊരു മുഹൂർത്തത്തിൽ ഈ പുരുഷാധിപത്യം നിർത്താനും പറ്റും. ഇത് ദൈവനിർമ്മിതമോ ബയോളജിക്കലിയോ എവല്യൂഷനിലോ ഉണ്ടായ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മനുഷ്യൻ വിചാരിച്ചാൽ ട്രാൻസ്ഫോം ചെയ്ത് പുരുഷാധിപത്യം വേണ്ട എന്ന് വെക്കാൻ പറ്റുമെന്ന് വളരെ ഉറപ്പോടെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രപരമായ ഒരു ഡിസിഷനെ നമ്മൾ തിരുത്തി മറ്റൊരു ചരിത്രപരമായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഈ പേട്രിയാർക്കി എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പേട്രിയാർക്കി ഒരിക്കലും തീരില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സോറി, യു ആർ റോങ്. സയൻറ്റിഫിക്കലി യു ആർ റോങ്, സോഷ്യലി യു ആർ റോങ്, ഹിസ്റ്റോറിക്കലി യു ആർ റോങ്. ഇനി ഇത് പറഞ്ഞാൽ മാത്രമേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ മുമ്പോട്ട് പോവുകയുള്ളൂ. അടുത്ത സ്ലൈഡിലേക്ക് പോകാമോ? അല്ല, അടുത്ത PPT-യിലേക്ക്. അടുത്ത PPT-യിലേക്ക് ജെൻഡർ ജസ്റ്റിസ് എന്നുള്ള ഞാനൊരു 2006-2007 സമയത്താണ് ഞാൻ എന്നെ തന്നെ ഫെമിനിസ്റ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് പലപ്പോഴും വർക്കുകളിലൂടെയും പഠനങ്ങളിലൂടെയും അല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പല സംഘർഷങ്ങളിലൂടെയാണ് വേറെ പലവരും നീ ഒരു ഫെമിനിസ്റ്റിനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇതാണല്ലേ ഫെമിനിസം, എന്നാൽ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡൻറ്റിറ്റി ആണെന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത ആളുകൂടെയാണ് ഞാൻ. ബട്ട് നമ്മൾ ഫെമിനിസ്റ്റ് ചരിത്രം പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ്,
ഫെമിനിസ്റ്റ് ചരിത്രത്തിൻ്റെ ഹിസ്റ്ററി തന്നെ വയലൻസിൽ സോക്ഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് ഫെമിനിസ്റ്റുകൾക്കുള്ളത് ഇൻ ജനറൽ. പക്ഷെ നമ്മൾ എവിടെയാണെങ്കിലും ജെൻഡർ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ അത് വയലൻസ് എന്നുള്ള ഇഷ്യൂവിനെ ടച്ച് ചെയ്യാതെ നമുക്ക് പോകാൻ സാധ്യവുമല്ല. അതുകൊണ്ട് പലപ്പോഴും ഫെമിനിസ്റ്റുകൾ സംസാരിക്കുമ്പോൾ അയ്യോ അവർ ഭയങ്കര ഡേർട്ടി ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര സ്ലീസി ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയും വൃത്തികേടൊക്കെ വിളിച്ച് പറയുന്നത്, സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നതിനോട് തിരിച്ച് ചോദിക്കാനുള്ള, ഈ സാധാരണ സംസാരത്തിൻ്റെ ലിമിറ്റ് ആരാണ് നിർവചിക്കുന്നത്? സാധാരണമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്ന് ഒരു സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഒരു പുരുഷൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ് പോലെ ലാംഗ്വേജ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഒരു എവിഡൻസാണ് ജസ്റ്റിസ് എന്നുള്ള, നീതി എന്നുള്ളൊരു ഐഡിയ തന്നെ. ഇപ്പോൾ സംസ്കൃതത്തിൽ നീതി എന്ന് പറയുന്നത് സ്ത്രീലിംഗത്തിലാണ് ഇട്ടിരിക്കുന്നത്, വിച്ച് ഇസ് വെരി ഫാസിനേറ്റിംഗ് ഫോർ മീ. വാണി എന്ന് പറയുന്ന കാര്യം സ്ത്രീലിംഗത്തിലാണ്. നിങ്ങളിവിടെ മലയാളം അധ്യാപകരുണ്ടെങ്കിൽ കുറേ കൂടെ കൃത്യമായിട്ട് അറിയായിരിക്കും. ഞാൻ മലയാളം ട്രഡീഷണലി പഠിച്ചിട്ടില്ല, കൺവെൻഷനലി സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എപ്പോഴും സാൻസ്ക്രിറ്റ് ആയിരുന്നു. അപ്പം ഇതിനകത്ത് എൻ്റെ സാൻസ്ക്രിറ്റ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു, നിങ്ങൾക്ക് സംസ്കൃതത്തിൽ ഒരു കാര്യം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മനസ്സിലാക്കാൻ ഒരു ഈസി ട്രിക്കുണ്ട്. നിങ്ങളിത് ആലോചിച്ചാൽ മതി, എന്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം സ്ത്രീലിംഗമായിരിക്കും. കാരണം നിങ്ങൾ സാഗർ എന്നുള്ളൊരു വേർഡും നദി എന്നുള്ളൊരു വേർഡും എടുത്ത് നോക്ക്. സാഗർ പുല്ലിംഗമാണ്, നദി പക്ഷേ സ്ത്രീലിംഗമാണ്. രണ്ടും എന്താണ്? വാട്ടർ ബോഡീസാണ്, ജലസ്രോതസ്സുകളാണ്. എന്തുകൊണ്ടാണ് സാഗരത്തിനെ പുല്ലിംഗത്തിലിട്ടിരിക്കുന്നത്, നദിയെ സ്ത്രീലിംഗത്തിലിട്ടിരിക്കുന്നത്? സാഗരത്തിന് തടകെട്ടാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഡാം ചെയ്യാൻ പറ്റില്ല. നദിയെ നിങ്ങൾക്ക് ചാനലൈസ് ചെയ്യാൻ പറ്റും, ഡാം കെട്ടാൻ പറ്റും, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേപോലെ നേരത്തെ പറഞ്ഞ വാണി, നിങ്ങൾ വാണി എന്ന് പറഞ്ഞാൽ സംസാരം കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏതൊരു വെഹിക്കിൾസിനെ നിങ്ങളെടുത്ത് നോക്കിയാൽ സ്ത്രീലിംഗത്തിലാണ് ഇടുന്നത്, കാരണം സംബഡി എൽസ് ഇസ് ഡ്രൈവിങ് ഇറ്റ്, വേറെ ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലെ വാട്ട് എവർ ഇസ് കൺട്രോൾഡ്, ആ കൺട്രോൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം തന്നെ സ്ത്രീലിംഗം വരികയാണ്. ഇതുപോലെ നൗ തിങ്ക് ഓഫ് വൈ ജസ്റ്റിസ്. സ്ത്രീലിംഗത്തിൽ എന്തുകൊണ്ടാണ് ജസ്റ്റിസ് നിങ്ങൾ വെച്ചിരിക്കുന്നത്? കാരണം ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നീതി എന്ന് പറയുന്നത് രാജധർമ്മത്തോടും ബ്രാഹ്മണധർമ്മത്തോടും ചേർന്ന് കിടക്കുന്ന കോൺസെപ്റ്റാണ്. സോ ഇറ്റ് ഈസ് ഓൾവേസ് കൺട്രോൾഡ്. ഒരു പ്യുവർ നീതി എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള നീതി എന്നുള്ള ഒരു ഐഡിയ ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ടായിട്ടില്ല. ഏകദേശം 2000 വർഷത്തെ ഇന്ത്യൻ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 2200 വർഷത്തെ സാംസ്കൃതിക പാരമ്പര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് നീതി എന്ന് പറയുന്ന കാര്യം, അതിപ്പം നിങ്ങൾ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എടുത്ത് നോക്കുകയാണെങ്കിലും മനുസ്മൃതി എടുത്ത് നോക്കുകയാണെങ്കിലും ബൃഹസ്പതി സ്മൃതി എടുത്ത് നോക്കുകയാണെങ്കിലും നാരദസ്മൃതി എടുത്ത് നോക്കുകയാണെങ്കിലും നീതിയായിട്ട് കൊടുക്കപ്പെട്ടത് പലപ്പോഴും വർണ്ണാശ്രമധർമ്മം അനുസരിച്ചിട്ടുള്ള വെർഡിക്റ്റുകളെയാണ് നീതി എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശുചീന്ദ്രൻ കൈമുക്കിൽ പോയിട്ട് കൈമുക്കുന്ന ശൂദ്രൻ്റെ കൈ പൊള്ളിക്കഴിയുമ്പോൾ പറയുന്ന അവന് തെറ്റ് ചെയ്തത് കൊണ്ട് നീതി കിട്ടി എന്ന് പറയുന്ന ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്മാർത്ഥ വിചാരം ചെയ്യപ്പെട്ട സ്ത്രീക്ക് നീതി കൊടുത്തു, അവളെ പിണ്ടമാക്കി മാറ്റി സാധനം എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് മിക്കവാറും സ്ത്രീകളെ റെഫർ ചെയ്യാനായിരിക്കും, അവളൊരു സാധനമാണ്. എവിടെ നിന്നാണ് ഈ വേർഡ് വന്നത്? അതായത് സ്മാർത്ഥ വിചാരം ചെയ്യപ്പെട്ട സ്ത്രീയെ വിളിക്കുന്ന പേരാണ് സാധനം. കാരണം എന്താ, മനുഷ്യൻ പോലും അല്ല, സാധനമാണ്, ഒബ്ജക്റ്റായി മാറി. പിന്നെ ലേലം വിളിച്ച് വിറ്റ് കളയും ആ സാധനത്തിന്. അങ്ങനെ അബ്സല്യൂട്ടായിട്ട് വസ്തുവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരു പാരമ്പര്യവും കൂടെ നമുക്കുണ്ട്. പക്ഷെ അന്ന് ഈ സ്മാർത്ഥ വിചാരം ചെയ്യുന്ന സ്മാർത്തന്മാരും രാജാവും ഒക്കെ എന്ത് പുറപ്പെടുവിച്ചെന്നാണ് പറയുന്നത്? നീതി പുറപ്പെടുവിച്ചെന്നാണ് പറയുന്നത്. കാരണം ജസ്റ്റിസ് എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് വളരെ ദൂരത്ത് നിൽക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് ഇന്ത്യൻ റിപ്പബ്ലിക് ഉണ്ടാകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളത്.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ഇന്നും ഇന്ത്യയിലുള്ള മനുഷ്യരുടെ നീതിബോധം എന്ന് പറയുന്നത് ഈ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള നീതിബോധമാണ്. മനുസ്മൃതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, ശൂദ്രനും സ്ത്രീയും പറയുന്നത് വിശ്വസിച്ചുകൂടാ. നിരന്തരമായിട്ട് കള്ളം പറയുന്ന മനുഷ്യരെയും കൂടെ വിളിക്കുന്ന പേരാണ് ചണ്ടാളൻ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മളെ സോഷ്യോളജിക്കൽ തിങ്കിങ്ങിൽ എംബഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഉന്മൂലമായിട്ട് ഇരിക്കുന്ന നീതിബോധം എന്ന് പറയുന്നത് സ്ത്രീക്കെതിരെയുള്ള, ദളിതൻ എതിരെയുള്ള അല്ലെങ്കിൽ മ്ലേച്ഛ എന്ന് വിളിക്കുന്ന ബ്രാഹ്മണ പാരമ്പര്യത്തിൽ ഇല്ലാത്ത മനുഷ്യരെ മാറ്റി നിർത്തുന്നതിനെയാണ് നീതി എന്ന് വിളിച്ചിരുന്നത്. ഈ ഒരു ജസ്റ്റിസിൻ്റെ ഐഡിയ പലപ്പോഴും നമുക്കിപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു സ്ത്രീ ഞാൻ ഉപദ്രവിക്കപ്പെട്ടു, ഞാൻ അസോൾട്ടഡ് ആയി, ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുന്ന കള്ളം പറയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന ആ പുരുഷൻ്റെ ജീവിതം ഇനി എന്താകും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പോലും, എനിക്കത് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഒരു സെക്ഷൽ അസോൾട്ട് കേസ് അടുത്തിടെ വരികയാണ്. അപ്പം ഞാൻ എൻ്റെ കൊളീഗ്സിനോട് തന്നെ ചോദിക്കുകയാണ്, നമുക്ക് സ്റ്റുഡൻസിന് ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ, സാറിന് കൃത്യമായിട്ട് അറിയായിരിക്കും, ഞാൻ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്റ്റുഡൻസിന് ICC ഉണ്ട്, യൂണിവേഴ്സിറ്റിയിലുണ്ട്, ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം ഒന്ന് നടത്തി ഇങ്ങനെ ICC എന്ന് പറയുന്ന ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് പോയി റിപ്പോർട്ട് ചെയ്യാൻ ഒരിടമുണ്ട് എന്നെങ്കിലും നമ്മൾ കുട്ടികളെ അറിയിക്കണ്ടേ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് വന്ന കോൾസ് ഇങ്ങനെയാണ്, അയ്യോ ഇതിപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു കോളേജ് തുടങ്ങുമ്പോഴത്തേക്ക് കുറേ ലെക്ചർ വെക്കും, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു മണിക്കൂർ ലെക്ചറായിട്ട് ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ, ആരും കേൾക്കാത്തൊരു സമയത്ത് ഉച്ച കഴിഞ്ഞ് ആൾക്കാർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ലെക്ചർ അങ്ങ് കൊണ്ടുവെക്കും, അത് തീർന്നു. ആ വർഷത്തെ ജെൻഡർ സെൻസിറ്റൈസേഷൻ അതോടെ തീർന്നു. ഇങ്ങനെയാണ് ഇവിടെ ഞാൻ കേരളത്തിൽ വന്നിട്ട് കണ്ടിട്ടുള്ള സാധനം ഇതാണ്. അതുകൊണ്ട് വർഷത്തിൻ്റെ നടുക്ക് വെച്ചിട്ട് നിങ്ങളൊരു ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഡൗട്ട് വരില്ലേ? അപ്പം എൻ്റെ ഐഡിയ അതാണ്, അത് ഡൗട്ട് വരണം, സംസാരം നടക്കണം. ഒരു സ്ഥലത്ത് ഒരു അനീതി നടക്കുകയാണെങ്കിൽ ആ അനീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് ഒരു ഹെൽത്തി ഡെമോക്രസിയുടെ ചിഹ്നമാണ്. ഇതുപോലെ നിങ്ങൾക്കൊരു ഹെൽത്തി സ്കൂളോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി കോളേജോ ഹെൽത്തി യൂണിവേഴ്സിറ്റിയോ വേണമെങ്കിൽ അവിടെ ചർച്ചകൾ നടക്കണം. അല്ലാതെ പണ്ടത്തെ ഗുരുകുല സിസ്റ്റം പോലെ ഇങ്ങനെ മൂടി ഗുരുവിൻ്റെ വായിൽ നോക്കി കേട്ടോണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം അല്ല, അവിടെ ജനാധിപത്യമില്ല. പക്ഷെ രണ്ടാമത് എനിക്ക് കിട്ടിയ ഒരു വാദമാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. ഇങ്ങനെ ICC കുറിച്ചെല്ലാം പറഞ്ഞ് ഈ നടന്ന കേസ് ആൾക്കാർ അറിയുകയാണെങ്കിൽ ആ പെർപെട്രേറ്റർ അല്ലെങ്കിൽ ആ ഒഫൻഡർ, ആ വേട്ടക്കാരൻ്റെ ഫാമിലി എന്ത് വിചാരിക്കും? അപ്പോൾ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ വിളിച്ചു, അല്ല അയാളല്ലേ ആലോചിക്കേണ്ടിയിരുന്ന അയാൾക്കൊരു ഫാമിലി ഉണ്ടെന്ന് ഇതൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ്. നമ്മളാണോ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിചാരിക്കേണ്ടത് അയാൾക്ക് ഫാമിലി ഉണ്ടെന്ന്, അത് അയാളാണോ വിചാരിക്കേണ്ടത്? ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും വേട്ടക്കാരൻ്റെ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുകയും വേട്ടക്കാരനെ കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി സ്ത്രീ ശബ്ദങ്ങളെ നിരാകരിക്കുക മാത്രമല്ല അവിശ്വസിക്കുകയും ചെയ്യുന്നൊരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ടാണ് ഒരു സർവൈവർ വന്ന് മുഖം കാണിച്ച് പറയുന്നത് ഞാനൊരു ഇരയല്ല, ഞാൻ അതിജീവിതയാണ്. അത് തന്നെ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും വലിയ വിപ്ലവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങനെ ഒരു സ്ത്രീയാണ് നമ്മുടെ നടിമാരിൽ ഉണ്ടായതും നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടായതും. എനിക്ക് തോന്നുന്നു അത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്ന സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു കൾമിനേഷനുമായിട്ടാണ് ഞാൻ അതിനെ വിചാരിക്കുന്നത്. കാരണം ഇത്രയും ഒരു ഫീമെയിൽ എഡ്യൂക്കേഷനും വർക്ക് ഫോഴ്സിൽ സ്ത്രീകൾ ഉണ്ടായത് ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് ആയിട്ടാണ്. നമ്മളിപ്പോൾ സിസ്റ്റർ റാണിറ്റിൻ്റെ കാര്യത്തിൽ ആണെങ്കിലും ശരി, ഈ സെക്ഷൽ അസോൾട്ട് നടന്ന നടിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പലപ്പോഴും സെക്ഷൽ അസോൾട്ട് എന്താണെന്നും സർവൈവർ സ്റ്റാറ്റസ് എന്താണെന്നും കൺസെൻറ്റ് എന്താണെന്നും ഒക്കെ സമൂഹത്തെ മനസ്സിലാക്കി തരേണ്ട അധിക ഭാരം പലപ്പോഴും ഈ സർവൈവേഴ്സിൻ്റെ ചുമലിൽ വന്ന് പെടാറുണ്ട്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഒരു ലാസ്റ്റ് ഒരു 6-7 ഇയേഴ്സിൽ ആ ഒരു മാറ്റം കേരളത്തിൽ പ്രകടമായതിൽ ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഞാൻ.
നിങ്ങൾക്ക് ഒരു 50 പോസ്റ്റ് എടുത്ത് നോക്കിയാൽ 2 പോസ്റ്റ് ചിലപ്പോൾ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യം ഉണ്ടായിരിക്കും കേരളത്തെക്കുറിച്ച്. കാരണം ഞാൻ എൻ്റെ ഒരു 21 വയസ്സിൽ ഞാൻ കേരളത്തിൽ നിന്ന് പോയതാണ്. പിന്നെ ഒരു 28-29 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പം ഞാൻ വെളിയിൽ അത്രയും നാൾ ജീവിച്ചത് കൊണ്ട് തന്നെ അവിടെ ഡൽഹിയിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ വിചാരം കേരളം എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര പാരഡൈസ് ആയിട്ടുള്ള പൂങ്കാവനം പോലെ തേനും പാലും ഒക്കെ ഒഴുകുന്ന സ്ഥലമാണെന്നാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെ ആ കേരളസേ എന്ന് ചോദിച്ച് ഭയങ്കര നിങ്ങളൊക്കെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കും അല്ലേ, നിങ്ങൾ അത്രയും നല്ല സ്ഥലത്തിൽ നിന്നാണ് വന്നതെന്നുള്ള മട്ടിലാണ് നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ഈ കേരള എക്സെപ്ഷണലിസം എന്നുള്ളത് കുറേ എൻ്റെ തലയിലും കയറിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാണ് ഞാൻ യഥാർത്ഥമായിട്ട് കേരളത്തിൽ ജീവിക്കാൻ വന്നത്. അയ്യോ, അതൊരു ഭയങ്കര വ്യത്യാസമായിരുന്നു. മനുഷ്യർ കേരളത്തിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും ഒരു സ്ത്രീ, ആൻഡ് ലെറ്റ് മീ അണ്ടർലൈൻ ദാറ്റ്, ഒരു സ്ത്രീക്ക് ആക്ച്വലി കേരളത്തിൽ എങ്ങനെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതും. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബിഗ് ഡിഫറൻസ് ഫോർ മീ. അതുകൊണ്ട് തന്നെയാണ് 2012 കഴിഞ്ഞിട്ടുള്ള എൻ്റെ പോസ്റ്റുകൾ നോക്കിയാൽ പലപ്പോഴും എക്സ്ട്രീംലി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകൾ കാണും. പക്ഷെ കഴിഞ്ഞ ഒരു മാസം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി മലയാളി ആയതിൽ. അതിൽ ഞാൻ പല വേദികളിൽ പോയിട്ട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. The way that Keralite society has responded. ഈ ഒരു ആക്ട്രസ് അസോൾട്ട് കേസ് വന്നു കഴിഞ്ഞപ്പോൾ അതിജീവിതയ്ക്ക് കേരളം കൊടുത്തൊരു പിന്തുണയുണ്ട്. ഒറ്റപ്പെട്ടായിട്ടുള്ള എതിരെയുള്ള സൗണ്ട്സ് നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇൻ ജനറൽ ഞാൻ 3 ജില്ലകളിൽ അവൾക്കൊപ്പം പരിപാടിയിൽ പോയി. നിറഞ്ഞ കവിയുന്ന വേദികളായിരുന്നു, സദസ്സുകളായിരുന്നു അവിടെ എല്ലാം തന്നെ. അത് മാത്രമല്ല, നമ്മൾ വിളിച്ചവർ മാത്രമല്ല, റോഡ് സൈഡിൽ കേട്ട് നിൽക്കുന്നവർ, ബസ്സിൽ പോയിട്ടുള്ളവർ, ഇറങ്ങി വന്ന് നിന്ന് ഇത് കേൾക്കുന്ന, ഞാൻ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഇതൊരു ഫിനോമിനൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി പൊട്ടൻഷ്യൽ ഉള്ള കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതും ഇത് സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ഇങ്ങനെ ഒരു വ്യത്യാസമില്ലാത്ത രീതിയിൽ. അതിൽ എനിക്ക് തോന്നുന്നു അവൾക്കൊപ്പത്തിൽ ഏറ്റവും കൂടുതൽ മെയിൽ ഫെമിനിസ്റ്റുകളെ പരിചയപ്പെടാനും കാണാനും കുറേ മനുഷ്യർ ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈ കേസിലൂടെയാണ് എന്ന് തുറന്നു പറയാനും ഒക്കെയുള്ള അവസരം ഒരുക്കി. പലപ്പോഴും ഒരു കേരളൈറ്റ് ആണ് എന്നുള്ള, മലയാളി ആണ് എന്നുള്ളതിൽ അഭിമാനം തോന്നിയ ഒരു കഴിഞ്ഞ കുറേ മീറ്റിങ്സ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇത് പറയുമ്പോഴും ദർ ഇസ് അറ്റ്ലീസ്റ്റ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി ഇപ്പോഴും നിലനിൽക്കുന്നത്, ഇപ്പോഴും ഡൗട്ട്ഫുള്ളായിട്ട് നോക്കുന്ന, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണെന്ന് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ചിലവരെങ്കിലും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ സർവൈവറിനെ വിശ്വസിക്കാത്ത ഒരു ചെറിയ പറ്റം മനുഷ്യരെങ്കിലും ഉണ്ടായിരിക്കും. ആ മനുഷ്യർക്കുള്ളൊരു റെസ്പോൺസും കൂടെയാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രസൻറ്റേഷനിൽ വിചാരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാമോ? ഇത് ആക്ട്രസ് അസോൾട്ട് കേസിലുള്ള ഒരു ടൈം ലൈനാണ്. ഈ ടൈം ലൈൻ വളരെ മനഃപൂർവ്വമാണ്, ലോങ് ഡ്രോൺ ആയിട്ട് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ അല്ല 8 വർഷം. ഈ 8 വർഷം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിരിക്കും. പക്ഷെ ഒരു അതിജീവിതയെ സംബന്ധിച്ച്, ഒരു ട്രോമ വിക്ടിമിനെ സംബന്ധിച്ച് ഇതിൽ ഓരോ ദിവസവും വർഷങ്ങൾ പോലെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടൈം ലൈൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നടന്ന മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ എത്ര ക്രൂരമായിരുന്നു, ഒന്ന് ആ ഇവൻറ്റ് മാത്രമല്ല, അത് കഴിഞ്ഞ് നടന്നിട്ടുള്ള ഓരോ ജുഡീഷ്യലായിട്ടുള്ള മൂവുകളും, സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുള്ള മൂവുകളും, മീഡിയയിൽ നടന്നിട്ടുള്ള മൂവുകളും നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതിനു മുമ്പേ ഒരു കാര്യം പറയേണ്ട ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് പലപ്പോഴും എൻ്റെ മെയിൽ ഫ്രണ്ട്സിനോട്, പുരുഷന്മാരായിട്ടുള്ള ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പം ചിലവരുടെ കാര്യത്തിലെങ്കിലും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ റേപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സെക്ഷൽ വയലൻസിനെ കുറിച്ച്, ലൈംഗികമായിട്ടുള്ള വയലൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം സ്ത്രീകൾക്ക് ഇത് ഭയങ്കര ശാരീരികമായിട്ട് തന്നെ ഫീൽ ചെയ്യും, വിസറലായിട്ടുള്ള റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു നമ്മുടെ ഈ കൂട്ടത്തിൽ ട്രോമ വിക്ടിംസ് ഉണ്ടെങ്കിൽ, റേപ്പ് വിക്ടിംസ് ഉണ്ടെങ്കിൽ, സെക്ഷൽ അസോൾട്ട് വിക്ടിംസ് ഉണ്ടെങ്കിൽ ഐ എം ഗിവിങ് എ ട്രിഗർ വാർണിംഗ് നൗ. കാരണം പറയാൻ പോകുന്ന പല കാര്യങ്ങളും വളരെ ഗ്രാഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ആസ് എ ചൈൽഡ് അബ്യൂസ് വിക്ടിം മൈസെൽഫ്, എനിക്ക് 11-12 വയസ്സായപ്പോഴാണ് എനിക്കെതിരെ ഒരു അബ്യൂസ് നടക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് തന്നെയാണ് എന്നെ അബ്യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പം 37 വയസ്സായി. എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പം എൻ്റെ ഉള്ളിൽ എവിടേക്കോ പേടി നിറയുന്നത് എനിക്ക് കാണാൻ പറ്റും.
അയാൾക്ക് ഇനി എന്നെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എനിക്ക് അയാളുടെ പേരെടുത്ത് പറയുന്നത് സൈമൺ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ആളാണ്. എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും എൻ്റെ ശരീരം ഇങ്ങനെ ചുരുങ്ങി 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 പോകുന്നതും ഒരു 5 കത്തി എടുത്ത് എന്നെ പല സൈഡിൽ നിന്ന് കുത്തുന്നത് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇതെനിക്ക് 10 വയസ്സുള്ളപ്പാണ്, 20-25 വർഷം കഴിഞ്ഞാണ്. ആൻഡ് നിങ്ങളൊരു ട്രോമ വിക്ടിമിനോട് ചോദിക്കുകയാണെങ്കിൽ അവർ മരിക്കുന്നത് വരെയും അവരുടെ ഉള്ളിൽ ഇത് കാണും. കാരണം അത്രയ്ക്ക് ഫിസിക്കലായിട്ട് വിസറലായിട്ട് ഉള്ളൊരു റിയാക്ഷനാണ്. അതൊരു സൈക്കോളജിക്കൽ കാര്യം മാത്രമല്ല. നിങ്ങളുടെ ദേഹത്തുള്ള വൂണ്ടുകളെല്ലാം ഉണങ്ങിപ്പോയി കഴിഞ്ഞാലും വർഷങ്ങൾ നിങ്ങളിൽ അത് നിൽക്കും. എനിക്കിപ്പോഴും എൻ്റെ റൂമിലേക്ക് നിങ്ങൾ വളരെ പമ്മി പതുങ്ങി സ്വന്തമായിട്ട് അനൗൺസ് ചെയ്യാതെ അല്ലെങ്കിൽ ബെല്ലടിക്കാതെ കയറി വന്നാൽ ഞാൻ ഇപ്പോഴും ഞെട്ടും. 20-25 വർഷം കഴിഞ്ഞിട്ടും. ഇതെനിക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. പഠനങ്ങൾ പറയുന്നത് 50 വർഷം കഴിഞ്ഞ് ചിലപ്പോൾ ചില മണമായിരിക്കും. ഒരു അസോൾട്ട് ചെയ്തയാൾ ഉപയോഗിച്ച പെർഫ്യൂം ആയിരിക്കും. ആ പെർഫ്യൂം വേറെ എവിടെന്നെങ്കിലും ആ ഗന്ധം വന്നാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ട്രോമ വിക്ടിംസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു പാട്ടായിരിക്കും, ഒരു യാത്രയായിരിക്കും, ഒരു വിഷ്വലായിരിക്കും. ഇത്രയധികം ഇമ്പിഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഉടച്ചു കളയുന്ന അല്ലെങ്കിൽ നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്ഷൽ വയലൻസ്. അതിന് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കണമെന്നില്ല. ഈ ട്രോമ എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ഇത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന ഇതേപോലെ തന്നെ ഫീൽ ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. എന്നോട് ഈ വിധി വായിച്ച എൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് എത്രയോ ദിവസം അവന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നാണ്. അത്രയും സെൻസിബിൾ ആയിട്ടുള്ള പുരുഷന്മാർ നമ്മുടെ ഇടയ്ക്ക് ഇന്നുണ്ട് ഉള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ട്രോമ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് മനുഷ്യത്വം മതി. എനിക്കിത് അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ എൻ്റെ മകൾക്കോ എൻ്റെ ഭാര്യയ്ക്കോ, നമ്മൾ പറയില്ലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇത് വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായി. അങ്ങനെ ആവശ്യമില്ല. മിനിമം ബേസിക് ഹ്യൂമാനിറ്റി മതി. നിങ്ങൾക്ക് മനുഷ്യത്വം, ഗുരു പറഞ്ഞതുപോലെ പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം ആണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ വയലൻസിനെതിരെ പ്രതികരിക്കാൻ പറ്റും. നിങ്ങൾ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് കൊണ്ടെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. വീട്ടിൽ പോകുമ്പോഴും ഓർത്തിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ല. നിങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ വേറെ എന്ത് മഹാകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും യു ആർ നോട്ട് ഹ്യൂമൻ. സ്ത്രീകളെ കുറച്ചും കൂടെ ഒതുക്കത്തിൽ നിൽക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യങ്ങൾ കുറച്ചും കൂടെ വെട്ടാൻ വേണ്ടി ഈ ഒരു റേപ്പ് ലോജിക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ്റെ ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു കൗച്ചിങ്ങിൽ, ആ ഒരു കവറപ്പിൽ കൂടെ റേപ്പ് ലോജിക്ക് അല്ലെങ്കിൽ റേപ്പ് കൾച്ചർ നിലനിൽക്കുന്നത് അത് ഒറ്റ റേപ്പിലേക്ക് ചുരുക്കുന്നതിന് അല്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് പല റേപ്പ് കേസസ് വരുമ്പം അയാളെ കൊന്നു കളയുക അല്ലെങ്കിൽ അയാളെ ജയിലിലിടുക എന്ന് പറയാൻ വളരെ ഈസിയാണ്. പക്ഷെ തിരിച്ച് ഈ റേപ്പ് കൾച്ചറിൽ നിന്ന്, ഈ പേട്രിയാർക്കൽ കൾച്ചറിൽ നിന്ന് നമ്മൾ മാറേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ പാരൻറ്റിങ് സ്റ്റൈൽ മാറ്റേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തുന്നത്, പെൺകുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ നിന്ന് മാറി ആൺകുട്ടികളെ എങ്ങനെ കൂടുതൽ ജനാധിപത്യമായിട്ട് വളർത്താം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോയാൽ എങ്ങനെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പാരൻറ്റിങ് നമുക്ക് നടത്താൻ പറ്റും, എങ്ങനെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂമുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള പൊതു ഇടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ സ്വപ്നം കാണുന്ന കിനാശ്ശേരി എന്ന് പറയുന്നത് 8 മണിക്കും 9 മണിക്കും അച്ഛന്മാർ പെൺമക്കളെയും കൊണ്ട് വെളിയിലിറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം അത്രയും വെളിയിലേക്ക് ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നൊരു കിനാശ്ശേരിയാണ്. പക്ഷെ അതിന് പകരം നമ്മൾ പഠിപ്പിക്കുന്നത് എന്ത്? സേഫ് അല്ല, വെളിയിൽ പോകരുത്. നമ്മളിപ്പോൾ ആൺകുട്ടികളോടും കൂടെ പറയും വെളിയിൽ പോകരുത്, 8:30-9:30 ആയി എന്നുള്ളത്. റെസ്ട്രിക്ഷൻസ് കൂടുതൽ വരുന്ന സൊസൈറ്റീസാണ് ഫാസിസത്തിന് ഏറ്റവും വളക്കൂറുള്ള സൊസൈറ്റീസ്. അതുകൊണ്ട് തന്നെ ഈ ഫാസിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യരും ഓർക്കേണ്ട ആവശ്യമാണ്, നിങ്ങൾ വീട്ടിലൊരു ചെറിയ ഫാസിസ്റ്റ് ആകുന്നുണ്ടോ, നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ഫ്രീഡം എടുത്തു മാറ്റുന്നുണ്ടോ,
അതിന് ഏത് ലോജിക് ആണെങ്കിലും ശരി, പ്രൊട്ടക്ഷനിസ്റ്റ് ലോജിക് ആണെങ്കിലും കേരേട്ടൻ്റെ ലോജിക് ആണെങ്കിലും ശരി, നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ചെറിയ ഫാസിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് വലിയ ഫാസിസ്റ്റ് ഫൈറ്റിൽ പങ്കെടുക്കാനുള്ള മോറൽ റൈറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ തിരിച്ചും ആലോചിക്കുന്നതാണ്, അതാണ് ഒരു ബെറ്റർ രീതിയിലേക്ക്. വലിയ ഫാസിസ്റ്റ് ഫൈറ്റിൽ എൻഗേജ് ചെയ്യുന്നവർ വീടുകൾ ഡെമോക്രറ്റൈസ് ചെയ്യുകയും കുടുംബങ്ങൾ ഡെമോക്രറ്റൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി സമത്വം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ഫോർ മീ, അതിജീവിതകൾക്ക് നീതി കിട്ടണമെങ്കിൽ നമ്മൾ ഈ വേർഡിക്റ്റ് അനലൈസ് ചെയ്താൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട കേസുകൾ, ഒറ്റപ്പെട്ട വേട്ടക്കാരെയും മാത്രം കോൾ ഔട്ട് ചെയ്താൽ പോരാ. അവരെ ഡെഫിനറ്റ്ലി കോൾ ഔട്ട് ചെയ്യണം. ആൻഡ് ദേ മസ്റ്റ് ബി കോൾഡ് ഔട്ട്, ദേ മസ്റ്റ് ബി ബോയ്ക്കോട്ടഡ്. പക്ഷെ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രൊട്ടക്ഷനിസ്റ്റ് ലോജിക്കിൽ നിന്ന് മാറി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോജിക്കിലേക്ക്, എനേബിളിംഗ് ആയിട്ടുള്ള ലോജിക്കിലേക്ക്, ബെറ്റർ പാരൻറ്റിങ്ങിൻ്റെ ഒരു ലോജിക്കിലേക്ക് മാറുകയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പിത്രാധിപത്യപരമായിട്ടുള്ള ടെൻഡൻസീസിനെ വലിച്ചു മാറ്റുകയും ചെയ്താൽ മാത്രമേ നമുക്കൊരു ആബ്സല്യൂട്ട് ഡെമോക്രാറ്റ് ആയിട്ട് മാറാൻ പറ്റുകയുള്ളൂ. Let me finish with that. Thank you.